ഹലോ, ഞാൻ സഫ. ഇന്നത്തെ വാട്ട് ഐ ഈറ്റ് ഇൻ എ വീക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ്. നമ്മൾ യൂഷ്വലി ചെയ്യുന്നതിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇങ്ങനത്തെ വീഡിയോസ് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഇത് ചെയ്യാനൊരു കാരണം കൂടിയുണ്ട്. കഴിഞ്ഞ 2 മാസമായിട്ട് ഞാനൊരു ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ട്. ഡയറ്റ് ഫോളോ ചെയ്യാൻ കാരണം വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് തന്നെയാണ്. കഴിഞ്ഞ 6 മാസത്തിൽ ഭയങ്കരമായിട്ട് എൻ്റെ വെയിറ്റ് കൂടിയിട്ടുണ്ടായിരുന്നു. അതായത് BMI നോർമൽ എന്ന് വിട്ടിട്ട് ഓവർ വെയിറ്റിലേക്ക് ആകുന്ന തരത്തിൽ വെയിറ്റ് കൂടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇങ്ങനൊന്നും പറ്റില്ലല്ലോ, ഇങ്ങനൊന്നും ആയാൽ പോരല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്യാൻ തുടങ്ങിയത്. ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലറി ഡെഫിസിറ്റിൽ ഫുഡ് കഴിക്കുക, അതായിരുന്നു പ്ലാന്. എന്ത് കഴിക്കണം എന്നൊന്നും പ്ലാൻ ചെയ്ത് തുടങ്ങിയതൊന്നും അല്ലായിരുന്നു. ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയതിനനുസരിച്ച് ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ ചെയ്തു തുടങ്ങിയതാണ്. അപ്പോൾ ഈ കഴിഞ്ഞ 2 മാസത്തിൽ നല്ല റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. അതായത് ഇപ്പോൾ 10 kg ഡിഫറൻസ് ഉണ്ട് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തത് മുതൽ ഇപ്പോൾ വരെ. അങ്ങനെ ജിമ്മിനൊക്കെ പോയി ഭയങ്കര ഹൈ ഇൻറ്റൻസിറ്റി വർക്കൗട്ടൊന്നും ചെയ്യാണ്ട് തന്നെ നമ്മളുടെ ഫുഡ് ഒന്ന് കുറച്ചല്ല വലിയ മാറ്റങ്ങൾ വരുത്തിയാൽ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാകുന്നുണ്ട്. വർക്കൗട്ട് തീരെ ചെയ്യുന്നില്ല എന്നൊന്നല്ല. തുടക്കത്തിൽ ഞാൻ കുറച്ച് യൂട്യൂബ് വീഡിയോസൊക്കെ നോക്കിയിട്ട് ഡെയിലി ഒരു 40 മിനിറ്റ്സിൻ്റെ വർക്കൗട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് മാറ്റിയിട്ട് നടത്തമാക്കി. അതായത് 10,000 സ്റ്റെപ്സ് ഗോൾ വെച്ചിട്ട് എല്ലാ ദിവസവും അത് അച്ചീവ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ വർക്കൗട്ട്സേ ചെയ്തിട്ടുള്ളൂ. മെയിനായിട്ട് ഡയറ്റ് തന്നെയായിരുന്നു ഫോക്കസ്. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ചെയ്തത്, ഞാൻ എന്തൊക്കെയാണ് കഴിച്ചത് എന്നുള്ളത് നിങ്ങളുടെ അടുത്ത് കൂടി ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ Day 1 ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് മ്യൂസ്ലി ആണ് കേട്ടോ. ഇത് 40 ഗ്രാം പ്ലസ് 200 ml കൗസ് മിൽക്കിൽ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ 301 കാലറീസ് ആണ് വരിക. ഇത് ഞാൻ അങ്ങനെ സ്ഥിരമായിട്ട് കഴിച്ചിരുന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും അല്ല കേട്ടോ. ഇത് ഞാൻ ഫസ്റ്റ് ടൈം വാങ്ങിച്ച് നോക്കിയതാണ്. വാങ്ങിച്ച് നോക്കിയതിൻ്റെ ശേഷമാണ് അതിലൊരുപാട് ആഡഡ് ഷുഗറൊക്കെ ഉണ്ട് എന്നുള്ളത് റിയലൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്നും ഇല്ലാണ്ട് ഡയറ്റ് നടക്കില്ല എന്നൊന്നും വിചാരിക്കേണ്ട. ഇതൊന്നും കഴിക്കാത്തതാണ് നല്ലത്. പിന്നെ ഇത് ഗ്രീക്ക് യോഗേർട്ടാണ് കേട്ടോ. ഗ്രീക്ക് യോഗേർട്ട് നമ്മുടെ ഡയറ്റിൽ നല്ലതാണ് ആഡ് ചെയ്യുന്നത്. ഇതിൽ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. കുറച്ച് ക്രീമി ടെക്സ്ചർ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ച് ആഡ് ചെയ്തതാണ്. ലഞ്ചിന് ചപ്പാത്തി എഗ് റോളാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ചപ്പാത്തി റോൾസ് ഉണ്ടാക്കുമ്പോൾ അധികവും ക്യാരറ്റ്, ക്യാപ്സിക്കം, പിന്നെ ലെറ്റസ്, ഈ 3 വെജിറ്റബിൾസാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ഇന്ന് എഗ് റോൾ ഉണ്ടാക്കാനും അത് തന്നെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കാര്യമായിട്ടൊന്നുമില്ല, ജസ്റ്റ് ഈ കട്ട് ചെയ്ത് വെച്ച് ക്യാരറ്റും ക്യാപ്സിക്കും ഒന്ന് സോട്ട് ചെയ്തെടുക്കും. കുറച്ച് ഉപ്പും കുരുമുളകും ഇട്ടിട്ട്, എന്നിട്ട് അതിലേക്ക് കുറച്ച് സോയ സോസും ആഡ് ചെയ്യും കേട്ടോ. സോയ സോസിൻ്റെ ഫ്ലേവർ എനിക്ക് നല്ല ഇഷ്ടമായതുകൊണ്ടാണ് അത് ആഡ് ചെയ്യുന്നത്. നമ്മൾ ഡയറ്റാന്ന് വിചാരിച്ച് ടേസ്റ്റ് ഇല്ലാത്ത ഫുഡ് കഴിക്കണ്ടല്ലോ. ഓയിൽ യൂസ് ചെയ്യുന്നത് അധികവും കുറവാണ്. പാനിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി മാത്രമേ ഓയിൽ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ എഗ്ഗൊക്കെ ആകുമ്പോൾ ഓയിലില്ലാണ്ട് പറ്റില്ലല്ലോ. അപ്പോൾ കുറച്ച് ഒലിവ് ഓയിൽ യൂസ് ചെയ്യാറുണ്ട്. അതിലും ഉപ്പും കുരുമുളകും തന്നെയാണ് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് ആ എഗ്ഗൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഓയിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര ശ്രദ്ധിച്ച് യൂസ് ചെയ്യണം കേട്ടോ. നമ്മൾ കുറച്ചല്ലേ യൂസ് ചെയ്യുന്നുള്ളൂ എന്നൊക്കെ വിചാരിക്കും. ബട്ട് 1 ടീസ്പൂൺ ആണെങ്കിൽ പോലും അതിലൊക്കെ നല്ല കാലറി ഉണ്ടാവും. അപ്പോൾ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കാം. അങ്ങനെ ഇപ്പോൾ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റോളാക്കണം. അപ്പോൾ മയനൈസ് പോലെയുള്ള സോസുകളൊന്നും യൂസ് ചെയ്യരുത്. അതുകൊണ്ട് അതിന് പകരമായിട്ട് ഞാൻ ഗ്രീക്ക് യോഗേർട്ടാണ് യൂസ് ചെയ്യാറ്. ഗ്രീക്ക് യോഗേർട്ടിൻ്റെ മുകളിൽ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ ഒറിഗാനോ ലീവ്സും ഇടുന്നുണ്ട്. പിന്നെ ഒരു ക്രഞ്ചിനെസ്സിന് ലെറ്റസും വെക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ എഗ് ഫില്ലിങ് ആക്കിയിട്ട് കഴിക്കുന്നത്. ഡിന്നറിന് ഓട്സ് ആണ് കേട്ടോ. അപ്പോൾ ഓട്സിൽ ആഡ് ചെയ്യാനുള്ള ചിയാഡ് സീഡ്സ് നമ്മൾ ആദ്യം സോക്ക് ചെയ്യാൻ വെക്കണം. അതൊരു 10 മിനിറ്റ്സ് എങ്കിലും സോക്ക് ചെയ്യണം. അപ്പോൾ ആദ്യം അത് ചെയ്യുക. പിന്നെ ഒരു 1/3 കപ്പ് ഓട്സ് പാലിലാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത്. പാല് വാങ്ങിക്കുമ്പോൾ എപ്പോഴും മിനിമം ഫാറ്റ് പാല് വാങ്ങിക്കാൻ നോക്കുക. അപ്പോൾ അതിലൊക്കെ കാലറി കുറവാകും. അപ്പോൾ അതൊരു 1/2 കപ്പ് പാലിൽ കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുക്ക് ചെയ്യുമ്പോൾ ഭയങ്കര കട്ടിയുള്ളതാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അങ്ങനെ കുക്ക് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ കട്ടി കുറക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ വെള്ളം ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇഷ്ടമുള്ള കൺസിസ്റ്റൻസിയിലാക്കുക. പിന്നെ ഓട്സ് എപ്പോഴും എനിക്ക് പ്ലെയിനായിട്ട് കഴിക്കുന്നത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഏതെങ്കിലും ഒരു ഫ്രൂട്ട് ആഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് മാംഗോ ആണ് ആഡ് ചെയ്യുന്നത്. മാംഗോ ഒന്നും അങ്ങനെ നമ്മൾ പോർഷൻ കൺട്രോൾ ചെയ്തിട്ട് വേണം കഴിക്കാൻ. അപ്പോൾ ഒരുപാടൊന്നും എടുക്കാണ്ട് ഒരു ഹോൾ മാംഗോ ഒന്നും കഴിക്കാണ്ട് ഒരു സ്ലൈസോ അങ്ങനെ എന്തെങ്കിലും ഒതുക്കണം. അപ്പോൾ മാംഗോൻ്റെ കൂടെ ഓട്സിൽ ആൽമണ്ട്സ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 5 ആൽമണ്ട്സ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ആദ്യം സോക്ക് ചെയ്യാൻ വെച്ച ചിയ സീഡ്സ് ആണ് കേട്ടോ.
അപ്പോൾ അതിലേക്ക് ഈ കുക്ക്ഡ് ഓട്സ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിപ്പോൾ ഭയങ്കര കട്ടിയായിട്ടുണ്ട്. ഇരുന്ന് ചൂടാറിയപ്പോൾ ഞാൻ അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതിൻ്റെ കട്ടി കുറക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ളൊരു കൺസിസ്റ്റൻസിയിലേക്ക് ഇപ്പോൾ ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്, എക്സ്ട്രാ വാട്ടറൊക്കെ ആഡ് ചെയ്തിട്ട്. എന്നിട്ട് കുറച്ച് മധുരത്തിന് വേണ്ടിയിട്ട് 1 സ്പൂണ് ഹണി കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മളിനി കട്ട് ചെയ്ത് വെച്ച മാംഗോസ് പ്ലസ് ആൽമണ്ട്സും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് മിക്സ് ചെയ്ത് കഴിക്കുക കേട്ടോ. അത് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാൻ, എനിക്കിഷ്ടമാണ്. ഇങ്ങനെ ഓട്സ് കഴിക്കുമ്പോൾ ഇങ്ങനെ പ്ലെയിൻ ഓട്സ് കഴിക്കുന്ന ആ ഒരു മടുപ്പും വരില്ല. അപ്പോൾ സെക്കൻഡ് ഡേയിൽ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു എഗ് സാൻഡ്വിച്ചാണ് ഉണ്ടാക്കുന്നത്. നോർമൽ വൈറ്റ് ബ്രെഡ് യൂസ് ചെയ്യുന്നതിലും നല്ലത് വീറ്റ് ബ്രെഡോ അല്ലെങ്കിൽ ഇതുപോലെ ഫ്ലാക്സ് സീഡ് ബ്രെഡൊക്കെ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഫ്ലാക്സ് സീഡ് ബ്രെഡാണ് ഞാൻ ഈ സാൻഡ്വിച്ചിന് യൂസ് ചെയ്യുന്നത്. ഇതിനും ക്യാരറ്റും ക്യാപ്സിക്കും ഒക്കെ തന്നെയാണ് ഫില്ലിംഗ് ആയിട്ട് വെക്കുന്നത്. അതുപോലെ തന്നെ സോസിന് പകരം ഗ്രീക്ക് യോഗേർട്ടുമാണ് സ്പ്രെഡായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസൊക്കെ നമുക്ക് ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് കൊടുക്കാം. ക്യാരറ്റ്, ബെൽ പെപ്പർ, അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് നാരങ്ങ നീര് കൂടെ ആക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ആ ഒരു ഫ്ലേവർ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇനി എഗ്ഗ് പ്രിപ്പയർ ചെയ്യാം. അതും ഒലിവ് ഓയിൽ തന്നെയാണ് ചെയ്യുന്നത്. എനിക്ക് സണ്ണി സൈഡപ്പാണ് കേട്ടോ ഇഷ്ടം. അതിൻ്റെ ആ റണ്ണി യോക്കൊക്കെ ആയിട്ട് വരുന്ന ഇതാണ് സാൻഡ്വിച്ചിൽ വെക്കാനിഷ്ടം. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് എഗ്ഗ് കുക്ക് ചെയ്തത്. ഈ ദിവസം ഞാൻ ലഞ്ച് കഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. വയ്യാണ്ട് ഇങ്ങനെ കുറച്ച് നേരം കിടന്നു. അപ്പോൾ ലഞ്ചൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനെ ഈവനിങ് ഒക്കെ ആയപ്പോഴേക്കും നല്ലോണം വിശക്കാൻ തുടങ്ങി. ശരിക്കും നമ്മൾ വിശക്കുന്നത് വരെ വെയിറ്റ് ചെയ്യരുത്. വിശക്കുമ്പോഴാണ് നമ്മൾ പലതും എടുത്ത് കഴിക്കുക. അപ്പോൾ വിശക്കുന്നതിൻ്റെ മുന്നേ തന്നെ 3 നേരവും നല്ലപോലെ ഫുഡ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഇടയിലുള്ള സ്നാക്കിങ് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഇത് വിശന്നപ്പോൾ വിശപ്പ് മാറ്റാൻ വേണ്ടി എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സോസേജ് ജസ്റ്റ് ഉപ്പും കുരുമുളകും മാത്രം ഇട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്ത് 1 ഗ്ലാസ് മധുരമില്ലാത്ത കട്ടൻ ചായയും കൂടി കുടിക്കുകയാണ് കേട്ടോ ചെയ്തത്. പിന്നെ ഡിന്നറിന് ഒരു ചിക്കൻ സാൻഡ്വിച്ചാണ് കേട്ടോ ആക്കിയത്. ചിക്കൻ ഓൾറെഡി കുക്ക് ചെയ്തതുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് വെജിറ്റബിൾസൊക്കെ കൂടെ ഒന്ന് സോട്ട് ചെയ്തെടുത്തിട്ട് അത് സാൻഡ്വിച്ച് ആക്കി കഴിക്കാമെന്ന് വിചാരിച്ചതാണ്. ഈസി ആവുമല്ലോ. അപ്പോൾ കുക്ക് ചെയ്ത് വെച്ച ചിക്കൻ ഒന്ന് ഷ്രെഡ് ചെയ്തിട്ട് അതിലേക്ക് ക്യാരറ്റ്, ബെൽ പെപ്പർ, ഉപ്പ്, കുരുമുളക് ഒക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്തു. സോയ സോസ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സാൻഡ്വിച്ച് ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടോസ്റ്റ് ചെയ്ത ബ്രെഡിൽ ഗ്രീക്ക് യോഗേർട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എൻ്റെ മുകളിൽ കുറച്ച് സോൾട്ട് സ്പ്രിങ്കിൾ ചെയ്തു. അതുപോലെ തന്നെ ഒറിഗാനോ ലീവ്സ് കേട്ടോ. ഈവനിങ് സ്നാക്ക് ഞാൻ നോർമലി കഴിക്കാറില്ല. ബട്ട് എനിക്ക് മധുരമുള്ള എന്തെങ്കിലും കഴിക്കാൻ ഭയങ്കര ക്രേവിങ്സ് തോന്നിയപ്പോൾ ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കിയതാണ്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാനങ്ങനെ കാര്യമായിട്ട് ഉണ്ടാക്കാനൊന്നും നിന്നില്ല. വീട്ടിൽ പുട്ടും കടലയായിരുന്നു. അപ്പോൾ പുട്ടും കടലയും കണ്ടപ്പോൾ എനിക്ക് കഴിക്കാൻ തോന്നി. അപ്പോൾ അതന്നെയാണ് കഴിച്ചത്. ഇനി ലഞ്ചിനൊരു ബീൻ സാലഡാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതിന് കുക്കുംബർ, ക്യാരറ്റ്, ക്യാപ്സിക്കം ഇത് 4ഉം കട്ട് ചെയ്യാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ലെറ്റസും കട്ട് ചെയ്തിട്ട് ഇടുന്നുണ്ട്. അതിലേക്ക് നേരത്തെ പുഴുങ്ങി വെച്ച ബീൻസ് ആഡ് ചെയ്യാണ് കേട്ടോ. അത് നേരത്തെ തലേ ദിവസം തന്നെ സോക്ക് ചെയ്തിട്ട് പിന്നെ ജസ്റ്റ് പുഴുങ്ങി എടുത്തതാണ്. അപ്പോൾ എൻ്റെ ഉമ്മ ഓൾറെഡി ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിടുന്നത് കണ്ടപ്പോൾ എനിക്കും വേണമെന്ന് പറഞ്ഞതാണ്. അങ്ങനെ ഉമ്മ ഓൾറെഡി അത് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതപ്പോൾ ഇനി സാലഡ് ഉണ്ടാക്കിയിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ട്യൂണ സാൻഡ്വിച്ചാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് ഒനിയൻ, ക്യാരറ്റ്, ബെൽ പെപ്പർ,
കൊറിയാൻഡറൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. എല്ലാം നല്ല ഫൈൻലി ചോപ്ഡായിട്ടാണ് എടുക്കുന്നത്. കാരണം ഇത് നമ്മൾ കുക്ക് ചെയ്യുന്നൊന്നുമില്ല. അതുകൊണ്ട് നല്ല ഫൈൻലി ചോപ്ഡ് വെജീസിൽക്ക് ലൈം ജ്യൂസ് ആക്കി. എന്നിട്ട് ട്യൂണ എടുക്കുമ്പോൾ എപ്പോഴും വാട്ടറിലുള്ളത് എടുക്കാൻ നോക്കണം കേട്ടോ. ഒലിവ് ഓയിലുള്ളതാണ് അധികം കാണാറ്. അതിലൊക്കെ കാലറി നല്ല ഹൈ ആയിരിക്കും. അതിലേക്കിപ്പോൾ ഗ്രീക്ക് യോഗേർട്ടും കുറച്ച് ഉപ്പും കുരുമുളകും ഒക്കെയാണ് ആഡ് ചെയ്തത്. എന്നിട്ട് ഡയറക്റ്റ് ആ ട്യൂണ ഇതിലേക്ക് ഇട്ട് മിക്സ് ചെയ്യാനും കൂടെ ഉള്ളൂ. ഇന്ന് ഡിന്നറിന് ഓട്സ് ആണ് കേട്ടോ. നമ്മൾ മാംഗോ ഓട്സ് ഉണ്ടാക്കിയ പോലെ മാംഗോക്ക് പകരം ഇന്ന് ആപ്പിളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഹണി ഒഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കുറച്ചധികം ആയിപ്പോയി. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിൽ നിന്ന് കുറച്ച് സ്കൂപ്പ് ചെയ്തെടുത്തിട്ട് ഓവർനൈറ്റ് ഓട്സിൽ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് ആപ്പിൾ ഓട്സ്. ഇനി നാളത്തെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളത് ഇന്ന് രാത്രി തന്നെ ഉണ്ടാക്കി വെക്കുകയാണ് കേട്ടോ. ഓവർനൈറ്റ് ഓട്സാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് 1/3 കപ്പ് ഓഫ് ഓട്സ്, 1 സ്പൂൺ ചിയ സീഡ്സ്, പിന്നെ ഒരു ഹാഫ് ആപ്പിള്, 5 ആൽമണ്ട്സൊക്കെ കട്ട് ചെയ്തിട്ട് ഒരു ജാറിൽ ഇതുപോലെ ഇട്ടിരിക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് ഒരു ഹാഫ് കപ്പ് മിൽക്ക് ഒഴിക്കുകയാണ് കേട്ടോ. മിൽക്ക് ഹാഫ് കപ്പ് പോരാന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ ഒഴിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരം വാട്ടറും ഒഴിക്കാവുന്നതാണ്. പിന്നെ മധുരത്തിന് കുറച്ച് ഹണി ഒഴിക്കുന്നുണ്ട് കേട്ടോ. അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അടച്ച് ഫ്രിഡ്ജിൽ രാത്രി വെച്ച് കഴിഞ്ഞാൽ രാവിലെ എടുത്ത് കഴിക്കാം. രാവിലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. വേറെ കുക്ക് ചെയ്യുകയൊന്നും വേണ്ട. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഇന്ന് ലഞ്ചിന് ട്യൂണ സാൻഡ്വിച്ച് ആണ് കേട്ടോ. ബട്ട് ഇന്ന് ഒരു വേറെ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. ഇന്ന് കുക്ക് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് നമ്മൾ വെജിറ്റബിൾസൊക്കെ നല്ല ഫൈൻലി ചോപ്പ് ചെയ്യുന്നുണ്ട്. ആദ്യം ആ പാനിൽ തന്നെ നമുക്ക് ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ബാക്കി വെജീസൊക്കെ സോട്ട് ചെയ്തിട്ട് സാൻഡ്വിച്ച് ഫില്ലിങ്ങും ഉണ്ടാക്കാം. ചപ്പാത്തിയും ഞാൻ കഴിക്കാറുണ്ട് കേട്ടോ. ഒരു നേരം ഒരു ചപ്പാത്തി വീതം കഴിക്കാറുള്ളൂ. പക്ഷേ ഒരുപാട് സാലഡൊക്കെ ആഡ് ചെയ്തിട്ട് വയറ് ഫില്ലാവുന്ന രീതിയിൽ തന്നെയാണ് കഴിക്കാറ്. അപ്പോൾ ഇന്ന് പ്ലേറ്റിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് ചിക്കൻ കറി, ഒരു ചപ്പാത്തി, ഒരുപാട് സാലഡ്, കുറച്ച് ഹമ്മൂസ്, പിന്നെ ഒരു ബോയിൽഡ് എഗ്ഗും. ഞാൻ ചോറും കംപ്ലീറ്റ് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഒഴിവാക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ബട്ട് ഞാൻ ഒഴിവാക്കിയതായിരുന്നു. ഇനി ചില ദിവസങ്ങളിൽ എനിക്ക് കഴിക്കാൻ തോന്നുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ കഴിക്കാറ്. ഒരുപാട് സാലഡും കുറച്ച് ചോറും കുറച്ച് കറിയും എടുത്തിട്ട് എങ്ങനെയാണ് പ്ലേറ്റിങ് ചെയ്യാറ്. ഈ കഴിച്ച ഫുഡുകൾ തന്നെയായിരുന്നു ഞാൻ 2 മാസം ഇങ്ങനെ മാറ്റി മാറ്റി കഴിച്ചുകൊണ്ടിരുന്നത്. അതായത് ആ ചപ്പാത്തി റോൾ ഉണ്ടാക്കുമ്പോൾ ഒരു ദിവസം എഗ് റോൾ ആണെന്നുണ്ടെങ്കിൽ അടുത്ത ഒരു ദിവസം ചിക്കൻ റോള്, അങ്ങനെ ട്യൂണ റോള്, ഇങ്ങനെ ഫ്ലേവേഴ്സ് മാറ്റി സെയിം സാധനം തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് അങ്ങനെ മടുപ്പൊന്നും ഫീൽ ചെയ്തിട്ടില്ല. തുടങ്ങിയ സമയത്ത് ഫുൾ ഓവർനൈറ്റ് ഓട്സ് തന്നെയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന്. അതായത് 1 മന്തോളം ഞാൻ ഓവർനൈറ്റ് ഓട്സേ കഴിച്ചിട്ടുള്ളായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓവർനൈറ്റ് ഓട്സ്. നല്ല ടേസ്റ്റാണ് ശരിക്ക്. പിന്നെ പ്രോസസ്ഡ് ഫുഡ് ഒഴിവാക്കാൻ നോക്കുക. പിന്നെ ആഡഡ് ഷുഗർ വരുന്ന സാധനങ്ങളൊക്കെ ഒഴിവാക്കാൻ നോക്കുക. ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ തന്നെ നല്ല ഡിഫറൻസ് നമുക്ക് കണ്ടു തുടങ്ങും. തുടക്കത്തിലൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ കേട്ടോ നോക്കിയിരുന്നത്. ബട്ട് ഞാൻ എൻ്റെ മനസ്സിനോട് ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു.
വേണമെങ്കിൽ കഴിക്കാം, കഴിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ കാലറി ഡെഫിസിറ്റ് മാറും, അത്രയേ ഉള്ളൂ. വേണമെങ്കിൽ കഴിച്ചോളൂ എന്നുള്ളൊരു മെൻറ്റാലിറ്റി ഞാൻ എന്നോട് തന്നെ പറയും. അപ്പം എനിക്ക് ഞാൻ തന്നെ കഴിക്കണ്ട എന്നുള്ള തീരുമാനത്തിലെത്തും. അങ്ങനെയായിരുന്നു. നമ്മൾ വല്ലാണ്ട് റെസ്ട്രിക്ട് ചെയ്തിട്ട് കഴിക്കരുത് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കഴിക്കാൻ ചിലപ്പോൾ തോന്നിക്കൂടായില്ല. അപ്പോൾ മനസ്സിൽ വിചാരിക്കുക വേണമെങ്കിൽ കഴിക്കാം, കഴിച്ചാൽ ആർക്ക് പോയി, എനിക്ക് തന്നെ, അത്രയേ ഉള്ളൂ. ആ ഒരു മെൻറ്റാലിറ്റിയിലാണ് 2 മാസം പിടിച്ചിരുന്നത്. വെയിറ്റ് ലോസിന് ജിമ്മിൽ പോകണമെന്ന് യാതൊരു നിർബന്ധവും. പക്ഷേ എന്താ അറിയോ, വർക്കൗട്ട് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. നമ്മൾ വെയിറ്റ് ട്രെയിനിങ് ഒക്കെ ചെയ്താലേ സ്ട്രെങ്ത് ഉണ്ടാവുള്ളൂ, മസിലൊക്കെ കുറച്ച് ഉണ്ടാവുന്നത് നല്ലതാണ്. ഇങ്ങനെ നമ്മൾ ഡയറ്റ് മാത്രം കൺട്രോൾ ചെയ്ത് വെയിറ്റ് കുറക്കുമ്പോൾ ആദ്യം വാട്ടർ വെയിറ്റ് പിന്നെ മസിൽ ഒക്കെ പോകും എന്നാണ് പറയുന്നത്. എനിക്ക് എൻ്റെ ടെക്നിക്കൽ വശമൊന്നും അറിയില്ല, ഞാനൊരു ന്യൂട്രീഷനിസ്റ്റോ ഒന്നുമല്ല കേട്ടോ. ഒരു ഐഡിയ വെച്ച് ചെയ്തു എന്നുള്ളൂ. ഇതുവരെ ഹെൽത്തിനെ അങ്ങനെ ബാധിച്ചതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. നല്ല ബാലൻസ്ഡ് ആയിട്ട് കാലറി കുറഞ്ഞ ഫുഡുകൾ നല്ലോണം കഴിക്കുന്നുണ്ട്. അതൊക്കെയാണ് എൻ്റെ ഡയറ്റ് വിശേഷങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും വേണോ എന്നുള്ളത് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. ബൈ.